വെൽക്കം ടു +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്. നമ്മൾ ഓർഗനൈസിംഗ് എന്ന 5-ാമത്തെ അധ്യായമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 8-ാമത്തെ വീഡിയോ ആണിത്. ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ക്ലാസ് കഴിയുന്നതായിരിക്കും. ഓർഗനൈസിംഗ് എന്ന അധ്യായത്തിലെ മുഴുവൻ ഭാഗവും ഈ ക്ലാസ് വീഡിയോയിലൂടെ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. ശ്രദ്ധിക്കുക, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, ഡീസെൻട്രലൈസേഷൻ്റെ മീനിങ്, അതേപോലെ ഡെലിഗേഷനും ഡീസെൻട്രലൈസേഷനും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ ഡീസെൻട്രലൈസേഷൻ്റെ മാത്രം കാര്യങ്ങൾ എടുത്തെഴുതിയാൽ ഡീസെൻട്രലൈസേഷൻ്റെ പ്രത്യേകതകളും ആയി മാറി. അതായത് ഫീച്ചേഴ്സ് ഓഫ് ഡീസെൻട്രലൈസേഷനും അതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കഴിയും. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ അഥവാ അഡ്വാൻറ്റേജസ് ഓഫ് ഡീസെൻട്രലൈസേഷൻ, വികേന്ദ്രീകരണത്തിൻ്റെ നേട്ടങ്ങൾ അഥവാ പ്രാധാന്യം. ഫസ്റ്റ്, ഡീസെൻട്രലൈസേഷൻ റിലീവ്സ് ദി ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഫ്രം റൊട്ടീൻ വർക്ക് and help them to concentrate on more important matters. മേൽത്തല മാനേജ്മെൻറ്റ് വിഭാഗത്തിലെ മാനേജർമാരുടെ ജോലിഭാരത്തെ ഡീസെൻട്രലൈസേഷൻ ലഘൂകരിക്കുന്നു. അഥവാ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട ആവശ്യം വികേന്ദ്രീകരണം നടപ്പാക്കിയ സ്ഥാപനങ്ങളിൽ നടത്തേണ്ടതില്ല. അതുകൊണ്ട് തന്നെ മാനേജർമാർക്ക്, അതായത് ടോപ്പ് ലെവൽ മാനേജർമാർക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ലഭിക്കുന്നു. ആ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുന്നു എന്നതാണ് ഒരു പ്രാധാന്യം. ഡീസെൻട്രലൈസേഷൻ റിലീവ്സ് the top level managers from routine work and help them to concentrate on more important matters. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. വികേന്ദ്രീകരിക്കപ്പെട്ട സ്ഥാപനത്തിൽ ടോപ്പ് ലെവൽ മാനേജർമാർക്ക് കൂടുതൽ സമയം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുവാൻ വേണ്ടി ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭരണനിർവഹണം കാര്യക്ഷമമായി മാറുന്നു എന്നതാണ് നേട്ടം. സെക്കൻഡ്ലി, ഡെവലപ്സ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ് ബൈ ഗിവിംഗ് പവർ, പ്രസ്റ്റീജ് ആൻഡ് സ്റ്റാറ്റസ് ടു ദി സബോർഡിനേറ്റ്സ്. ഡീസെൻട്രലൈസേഷൻ ഇൻക്രീസസ് മോറൽ ഓഫ് ദി സബോർഡിനേറ്റ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് ദം. സാധാരണയായി ഈ വികേന്ദ്രീകരണം എന്ന് പറയുന്നത് കീഴ്ജീവനക്കാരുടെ മുൻകൈയെടുക്കുന്ന പ്രവണതയെ വികസിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ വേണ്ടി കഴിയും. കീഴ്ജീവനക്കാർക്ക് പവർ പ്രദാനം ചെയ്യുന്നു, അധികാരം നൽകുന്നു, അവരുടെ മനോവീര്യം വർദ്ധിക്കുന്നു, അവരുടെ സ്റ്റാറ്റസ്, പ്രസ്റ്റീജ് ഒക്കെ ഡീസെൻട്രലൈസേഷൻ വഴി ഓട്ടോണമി ലഭിക്കുന്നതിലൂടെ വർദ്ധിക്കുന്നു എന്ന് പറയാവുന്നതാണ്. അതെന്തിലേക്ക് നയിക്കപ്പെടുന്നു? ഇൻക്രീസസ് മോറൽ ഓഫ് ദി സബോർഡിനേറ്റ്സ് ആൻഡ് മോട്ടിവേറ്റ്സ് ദം. അവരെ ജോലി ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഡീസെൻട്രലൈസേഷൻ. അവർക്ക് വളരെ നല്ല രീതിയിൽ ജോലി ചെയ്യുവാനും അങ്ങനെ സ്ഥാപനത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുവാനും അതിലൂടെ ലാഭക്ഷമത മെച്ചപ്പെടുത്തുവാനും ഡീസെൻട്രലൈസേഷൻ വഴി കഴിയുന്നു എന്നതാണ് ഡീസെൻട്രലൈസേഷൻ്റെ പ്രാധാന്യം. ഡെവലപ്സ് ഇനീഷ്യേറ്റീവ് എമംഗ് സബോർഡിനേറ്റ്സ്. കീഴ്ജീവനക്കാരുടെ ഉത്സാഹം കൂടുന്നു. വികേന്ദ്രീകൃതമായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ കൂടുതൽ ഉത്സാഹത്തോടെ പണിയെടുക്കുന്നതായിട്ടാണ് ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത്. വികേന്ദ്രീകരണം കീഴ്ത്തലങ്ങളിലുള്ളവർക്ക് അധികാരശക്തി പ്രദാനം ചെയ്യുന്നതാണ്
ഇതിന് പ്രധാനപ്പെട്ട കാരണം. താഴെ തലങ്ങളിലുള്ള ജീവനക്കാർക്ക് അത് പ്രോത്സാഹനമാണ്. മേധാവിമാരുടെ അംഗീകാരം കൂടാതെ തന്നെ തീരുമാനങ്ങൾ എടുക്കുവാൻ അവർക്ക് കഴിയുന്നു. കീഴ്ജീവനക്കാരുടെ ഉത്സാഹം കൂടുക മാത്രമല്ല, ജോലി ചെയ്യാനുള്ള അവരുടെ മോട്ടിവേഷൻ, പ്രചോദനം ഉണ്ടാകുന്നു എന്നതും ഡീസെൻട്രലൈസേഷൻ്റെ പ്രാധാന്യമാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് പരിശോധിക്കാം. By giving authority for decision making to the lower levels of management, decentralization facilitates quick decision making. തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം പോലും മേൽത്തല മാനേജ്മെൻറ്റ് മറ്റ് മാനേജ്മെൻറ്റ് വിഭാഗങ്ങൾക്ക് വികേന്ദ്രീകരണത്തിലൂടെ പ്രദാനം ചെയ്യുന്നു. അത് എന്തിലേക്ക് നയിക്കപ്പെടുന്നു? പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സാധ്യമാകുന്നു. ലീഡ് ടു ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ്. പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവും? വ്യാപാര അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകാതെ സ്ഥാപനത്തിന് തന്നെ ലഭ്യമാകും. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ ക്വിക്ക് ഡിസിഷൻ മേക്കിങ്ങിലൂടെ സാധ്യമാകും. അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നില്ല. ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് ജീവനക്കാരൻ തന്നെയാണ്. അതായത് മറ്റ് വിഭാഗങ്ങളിലെ മാനേജർമാർ തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എളുപ്പത്തിലും ഏറ്റവും പെട്ടെന്നും തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്നത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നേട്ടമാണ്. ഇനി നാലാമത്തത് എന്താണെന്ന് പരിശോധിക്കാം. ഡീസെൻട്രലൈസേഷൻ കോൺട്രിബ്യൂട്ട്സ് ടു ദി ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് പ്രൊഡക്ട്സ്. വികേന്ദ്രീകരണം പ്രവർത്തനങ്ങളിൽ എന്തുണ്ടാക്കുന്നു? ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടാക്കുന്നു, പ്രൊഡക്റ്റിലും ഉണ്ടാക്കുന്നു. ഒരു ഉൽപ്പന്നം മാത്രം ഉൽപ്പാദിപ്പിച്ചിരുന്ന സ്ഥാപനം അതിൻ്റെ ഡീസെൻട്രലൈസേഷൻ പ്രോസസ് വഴി അനവധി ഉൽപ്പന്നങ്ങൾ ഭാവിയിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും. കാരണം ഇത് നേരത്തെ പറഞ്ഞു, ജീവനക്കാർ മോട്ടിവേറ്റഡ് വർക്ക് ഫോഴ്സ് ആയിരിക്കും ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനിൽ ഉണ്ടായിരിക്കുക. അവർ ലാഭക്ഷമതയെ കൂട്ടുന്നു. എങ്ങനെയാണ് ലാഭക്ഷമതയെ കൂട്ടുന്നത്? ഉൽപാദനക്ഷമത വർദ്ധിക്കുക വഴിയാണ് ലാഭക്ഷമത മെച്ചപ്പെടുന്നത്. അത് സ്ഥാപനത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കപ്പെടും. വളർച്ച, വികസനം മുതലായ കാര്യങ്ങളിലേക്ക് നയിക്കപ്പെടും. ഇത് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കപ്പെട്ട സ്ഥാപനം ഭാവിയിൽ 2, 3, 4, 5 ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. പ്രവർത്തനങ്ങളിലും ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ നടപ്പാക്കുവാൻ വേണ്ടി കഴിയുന്നു. ഇത് സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ വീണ്ടും കൂടിയ ലാഭം നേടിയെടുക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണെന്ന് പറയാവുന്നതാണ്. ഇതാണ് നാലാമത്തെ നേട്ടം. നെക്സ്റ്റ്, ഫിഫ്ത്ത്, ഇൻ എ ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ the performance of each unit is judged by the management on the basis of profitability. This ensures more effective control by the management over each unit. സാധാരണയായി ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത്തരം ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ്, ഓരോ വിഭാഗത്തിൻ്റെയും പെർഫോമൻസ് മാനേജ്മെൻറ്റ് ലാഭക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും. എങ്ങനെയുള്ളതാണ്? വളരെ കാര്യക്ഷമതയുള്ളതാണോ, കാര്യക്ഷമത കുറവാണോ, അഥവാ കാര്യക്ഷമത തീരെ കുറവാണോ, പുവർ പെർഫോമൻസ് ആണോ, എക്സലൻ്റ് ആണോ, ഗുഡാണോ എന്നൊക്കെ മാനേജർമാർക്ക് തീരുമാനിക്കുവാൻ ലാഭക്ഷമതയിലൂടെ സാധിക്കും. ഓരോ വിഭാഗത്തിൻ്റെയും ലാഭം നേടാനുള്ള കഴിവ് എത്രയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാനേജർമാർക്ക് ആ
വിഭാഗത്തിൻ്റെ കാര്യക്ഷമത ജഡ്ജ് ചെയ്യാൻ വേണ്ടി സാധ്യമാകും. ദിസ് എൻഷുവേഴ്സ് മോർ ഇഫക്റ്റീവ് കൺട്രോൾ ബൈ ദി മാനേജ്മെൻറ്റ് ഓവർ ഈച്ച് യൂണിറ്റ്. ഓരോ യൂണിറ്റിലും മാനേജ്മെൻറ്റിൻ്റെ കാര്യക്ഷമമായ നിയന്ത്രണം ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷനിൽ സാധ്യമാണ്. ഒരു കുത്തഴിഞ്ഞ സിസ്റ്റം ആയിരിക്കില്ല ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. കാര്യക്ഷമമായ നിയന്ത്രണം മാനേജ്മെൻറ്റിന് ഏർപ്പെടുത്തുവാൻ സാധിക്കുന്ന ഒരു സ്ഥാപനമായിരിക്കും ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ. അതാണ് മറ്റൊരു പ്രാധാന്യം. സിക്സ്ത്ലി, in a decentralized setup, the employees have a greater opportunity to come into close contact with one another. This contributes to personal, intimate relationship between them. സാധാരണയായി ഡീസെൻട്രലൈസ്ഡ് ഓർഗനൈസേഷൻ്റെ കാര്യങ്ങളിൽ ജീവനക്കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റിയാണ് ലഭിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി? മറ്റുള്ള ജീവനക്കാരുമായിട്ട് ഇടപഴകാനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ വൻതോതിൽ ലഭ്യമാകുന്നു. ഇത് എന്തിലേക്ക് നയിക്കപ്പെടാം? പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ആളുകൾ തമ്മിൽ അഥവാ ജീവനക്കാർ തമ്മിൽ ഏറ്റവും അടുത്ത ഒരു വ്യക്തിപരമായ ബന്ധം സൃഷ്ടിക്കുവാൻ ഇതുവഴി സാധിക്കും. അത് സ്ഥാപനത്തിൻ്റെ നല്ല നടത്തിപ്പിന് ഏറ്റവും നല്ലതാണ്. ഇതാണ് മറ്റൊരു പ്രാധാന്യം. അപ്പോഴും ഡീസെൻട്രലൈസേഷൻ വളരെ നേട്ടങ്ങൾ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാക്കുന്നു. വളർച്ചയും വൈവിധ്യവൽക്കരണത്തിനും അത് ആക്കം കൂട്ടുന്നു. കീഴ്ത്തലങ്ങളിലുള്ള ജീവനക്കാർക്ക് കൂടുതൽ സ്വയം ഭരണാധികാരം നൽകുന്നതോടെ അവർ മുൻകൈയെടുത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. പുത്തൻ രീതികൾ അവർ സ്വീകരിക്കും. അതവരുടെ സർഗാത്മകത വളർത്തുന്നു. അങ്ങനെ അധികാര വികേന്ദ്രീകരണം സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്കും വൈവിധ്യവൽക്കരണത്തിനും സഹായകരമാകുന്നു. ഫലപ്രദമായ നിയന്ത്രണം സാധ്യമാകും വികേന്ദ്രീകരണം വഴി. ഒരു വികേന്ദ്രീകൃത സംവിധാനത്തിൽ പ്രവർത്തന നിലവാരം നിശ്ചയിക്കുക, പ്രവർത്തനം വിലയിരുത്തുക, പാളിച്ചകൾ തിരുത്താൻ നടപടികളെടുക്കുക എന്നിവ കൂടുതൽ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഫലപ്രദമായ നിയന്ത്രണ സംവിധാനം വികേന്ദ്രീകൃതമായ സ്ഥാപനങ്ങളിൽ സാധ്യമാകും. ജനാധിപത്യപരമായ മാനേജ്മെൻറ്റ് ആയിരിക്കും ഡീസെൻട്രലൈസ്ഡ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. വികേന്ദ്രീകൃത സ്ഥാപനത്തിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ എല്ലാ തലങ്ങളിലുമുള്ളവർ പങ്കാളികളാകുന്നുണ്ട്. സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റിൽ ഇത് ജനാധിപത്യ പ്രക്രിയ ഉളവാക്കുന്നു എന്ന നേട്ടം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. ഇവിടെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവരുടെ ജോലിഭാരം ലഘൂകരിക്കപ്പെടുന്നു എന്ന നേട്ടമുണ്ട്. വികേന്ദ്രീകൃതമായ ഒരു സ്ഥാപനത്തിൽ ഉന്നത സ്ഥാനങ്ങളിലുള്ള അധികാരികൾ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടാറില്ല. അതുകൊണ്ട് ഉന്നത സ്ഥാനങ്ങളിലുള്ള അധികാരികൾക്ക് ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കാനും നയപരമായ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുവാനും ഏകോപനത്തിനും നിയന്ത്രണത്തിനും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾക്ക് കൂടുതൽ സമയം കൊടുക്കുവാനും സാധ്യമാകുന്നു എന്ന നേട്ടമുണ്ട്. ഭരണ സംവിധാനം ആകെപ്പാടെ വളരെ കാര്യക്ഷമമായി മാറുന്നു എന്നതാണ് ഇതിൻ്റെ അനന്തരഫലം. ഒരു വികേന്ദ്രീകൃത സ്ഥാപനത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരം തീരുമാനങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവർക്ക് തന്നെയാണ്. അതായത്
മറ്റ് മാനേജ്മെൻറ്റ് വിഭാഗങ്ങൾക്ക് അത് ലഭിക്കുന്നത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നു എന്ന നേട്ടമുണ്ട്. അപ്പോൾ വികേന്ദ്രീകരണത്തിൻ്റെ ഗുണങ്ങളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. 6 പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്, അഥവാ 6 പ്രാധാന്യമാണ് പ്രധാനമായിട്ടും വികേന്ദ്രീകരണ സംവിധാനത്തിന് ഉള്ളത്. അതാണ് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഇതോടുകൂടി ഓർഗനൈസിംഗ് എന്ന അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. 8 വീഡിയോകളിലായിട്ട് ഉള്ള ഓൺലൈൻ ക്ലാസ്സിൽ ഓർഗനൈസിംഗ് എന്ന അധ്യായം പൂർണ്ണമായും നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. ഏതെങ്കിലും ക്ലാസ് വീഡിയോ കണ്ടിട്ടില്ല എങ്കിൽ അവ കാണുക. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് നൽകുന്നതായിരിക്കും. അതോടുകൂടി നിങ്ങൾക്ക് ഏകദേശം 8 മാർക്ക് മുതൽ 12 മാർക്ക് വരെ വെയിറ്റേജ് ലഭിക്കേണ്ട ഒരു ഭാഗം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. Question: Suggest the most suitable terminology to describe the systematic dispersal of authority to the lower levels. എന്താണ് പറഞ്ഞിരിക്കുന്നത്? താഴെ തലങ്ങളിലേക്ക് അധികാരം സംക്രമിപ്പിക്കുന്ന പ്രക്രിയയെ സൂചിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് പദം ഏതാണത്? അധികാരം മേൽത്തല വിഭാഗത്തിൽ നിന്നും മറ്റ് തലങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്ന മാനേജ്മെൻറ്റ് ടെർമിനോളജി അഥവാ സംജ്ഞാപദം ഏതാണ്? ആ പദത്തിൻ്റെ പേരാണ് എഴുതേണ്ടത്. പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടൻ തന്നെ കമൻറ്റ് ബോക്സ് ലഭ്യമാകും. അവിടെയാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടത്. ശ്രദ്ധിക്കുക. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ഇനി ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത അധ്യായമാണ് നമുക്ക് പഠിക്കേണ്ടത് സ്റ്റാഫിംഗ്. അടുത്ത വീഡിയോ മുതൽ സ്റ്റാഫിംഗ് എന്ന അധ്യായത്തിലെ ഭാഗമാണ് നമ്മൾ പഠിക്കുക. നന്ദി.